ഈ കാളസർപ്പയോഗം അങ്ങനൊരു യോഗം ഉണ്ടോ അതോ പേടിപ്പിക്കുന്നതാണോ? തീർച്ചയായിട്ടും ജാതകത്തിൽ കാളസർപ്പയോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. പലവിധ യോഗങ്ങളുണ്ട്. കേസരി യോഗം, നീചഭംഗ രാജയോഗം, അങ്ങനെ പല യോഗങ്ങളുണ്ട്. അതിൽ കാളസർപ്പയോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. പണ്ട് നമ്മൾ ജാതകം പരിശോധിക്കുന്ന സമയത്ത്, ജാതകം എഴുതുന്ന സമയത്ത് സർപ്പദോഷം ഉണ്ട് എന്നേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനവും പഠനവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആചാര്യന്മാർ അതിനെ കാളസർപ്പയോഗം തന്നെയാണ് പറഞ്ഞത്. ജ്യോതിഷത്തിൽ ശരിക്കും പറഞ്ഞാൽ 12 തരം കാളസർപ്പയോഗമാണ്. 12 തരം കാളസർപ്പയോഗമാണ്. അതെ, 12 തരം കാളസർപ്പയോഗമുണ്ട്. അതിൽ ഈ 12 തരം കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ രാഹുവും കേതുവും മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് അർദ്ധവൃത്താകൃതിയിലാണ് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ 180 ഡിഗ്രി വ്യത്യാസത്തിൽ രാഹുവിൽ നിന്ന് കേതുവിലേക്ക് 180 ഡിഗ്രി വ്യത്യാസത്തിൽ ആൻറ്റി ക്ലോക്ക് വേസിലാണ് വരിക. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അതായത് ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ കാളസർപ്പയോഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാതകം എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഈ കാളസർപ്പയോഗമുള്ള ആളുടെ ആ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും ഈ പറയുന്ന ഗ്രഹങ്ങൾ 7 ഗ്രഹങ്ങളും നിൽക്കുന്നതും ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെ ഉള്ളിലാണ്. സർപ്പം വിഴിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കായിരിക്കും. ബാക്കി ഇവിടെ 5 ഗ്രഹങ്ങളും ഇങ്ങനെ. അപ്പോൾ അർദ്ധവൃത്താകൃതിയിൽ ഈ 7 ഗ്രഹങ്ങളും ഇവരുടെ പിടിയിൽ അമർന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെ കാളസർപ്പയോഗം എന്ന് തന്നെയാണ് പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാളസർപ്പയോഗമാണ് അനന്ത കാളസർപ്പയോഗം എന്ന് പറയും. ഈ പറയുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിനും ഉണ്ടായിരുന്ന ഈ കാളസർപ്പയോഗമാണ്. ബെഞ്ചമിൻ മൊളോസിസ്, എബ്രഹാം ലിങ്കൺ, മാർഗരറ്റ് താച്ചർ, ഇവർക്ക് എബ്രഹാം ലിങ്കന്റെ ഒക്കെ വളരെ ഫേമസ് ആണ്. കാളസർപ്പയോഗം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചേഞ്ചസ് എല്ലായിടത്തും പ്രസിദ്ധമാണ്. അതെ. അപ്പോൾ ഈ ശംഖുപാല കാളസർപ്പയോഗമുണ്ട്, തക്ഷക കാളസർപ്പയോഗമുണ്ട്. ഓരോ കാളസർപ്പയോഗത്തിന്റെ കോൺസിക്വൻസ് വ്യത്യാസമാണ്. ചിലവർ വിവാഹം കഴിയാതെ കാലങ്ങളോളം ഇരിക്കുക, ചിലവർക്ക് സന്താനങ്ങളില്ലാതിരിക്കുക. അപ്പോൾ ജാതകം നോക്കുന്ന ചില പ്രശ്നവശാലോ ജാതകവശാലോ നോക്കുമ്പോൾ അസ്ട്രോളജിസ്റ്റ് പറയുന്നത് സർപ്പദോഷമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു വന്നപ്പോൾ ശരിക്കും ഈ കാളസർപ്പയോഗത്തിൽ ഓരോ കാളസർപ്പയോഗത്തിൻ്റെയും കോൺസിക്വൻസിൽ ചിലവർക്ക് സന്താനയോഗമായിരിക്കാം, ചിലവർക്ക് കുടുംബദുരിതമായിരിക്കാം, ചിലവർക്ക് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ചിലവർക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പറ്റും. അങ്ങനെയാണ് ചില ഈ പറയുന്ന വ്യക്തികളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷേ അവർക്ക് രാഷ്ട്രീയത്തിൽ അവരെല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന് ശത്രുക്കളെയൊക്കെ ചവിട്ടി മെതിച്ച് കയറി വന്നാലും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇവർക്ക് താഴേക്ക് പോകുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബനസീർ ഭൂട്ടോൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ ജാതകത്തിൽ കാളസർപ്പയോഗം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 12 തരം കാളസർപ്പയോഗം ഏതാണ് എന്താണ് എന്നുള്ളത് ഇതുവരെ അങ്ങനെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 8 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് കാളസർപ്പയോഗം റിസർച്ച് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നീട് അത് ഇങ്ങനെ ഓരോരുത്തരും അത് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ സർപ്പദോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പിതൃക്കൾ ഏതെങ്കിലും സർപ്പക്കാവുകൾ അന്യം നിൽക്കുകയോ അല്ലെങ്കിൽ സർപ്പത്തിനെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് സർപ്പദോഷം. ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് ബൈ ബർത്ത് കുട്ടിയിലൂടെ ജനിച്ചു വരുന്നതാണ്. അത് കുട്ടി ജനിച്ച് നമ്മൾ ജാതകം എഴുതുമ്പോൾ ഈ പറയുന്ന ആൻറ്റി ക്ലോക്ക് വൈസിൽ 180 ഡിഗ്രി രാഹുവിൽ നിന്ന് 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കേതു നിൽക്കുക. അത് ലഗ്നത്തിൽ നിന്ന് രാഹുവിൻ്റെ പൊസിഷനും കേതുവിൻ്റെ പൊസിഷനും നോക്കിയിട്ടാണ് നമ്മൾ ഈ 12 എണ്ണത്തിൽ ഏതാണ് എന്ന് പറയുന്നത്. അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ബൈ ബർത്ത് ജനിച്ചാൽ ലൈഫ് ലോങ് അതുണ്ട്, മരിക്കുന്നവരെ ഈ സാധനം കൂടെ ഉണ്ടാവും. ഇനി അതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാളസർപ്പയോഗത്തിന് പണ്ട് പറഞ്ഞിരുന്നു, അസ്ട്രോളജിസ്റ്റ് പറഞ്ഞിരുന്ന പരിഹാരം കാളഹസ്തിയിൽ പോവാം, നിങ്ങളവിടെ പോയി അവിടുത്തെ വഴിപാടുകൾ ചെയ്യുക. കാരണം കേരളത്തിൽ നമ്മുടെ ഇവിടെ നാഗക്ഷേത്രങ്ങൾ വളരെ തുച്ഛമായിട്ടേ ഉള്ളൂ. അപ്പോൾ കാളഹസ്തിയിലേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. അതുകൊണ്ട് അവിടെ പോവുക, പരിഹാരം ചെയ്യുക എന്ന. അവിടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ചെല്ലുക, അവിടുത്തെ വഴിപാടുകൾ ചെയ്യുക. പക്ഷേ ഈ കാളസർപ്പയോഗം ബാധിച്ചൊരു വ്യക്തി ഒരിക്കലും ഒരു പ്രാവശ്യം ഈ കാളഹസ്തിയിൽ പോയി തൊഴുതുകൊണ്ട് ലൈഫ് ലോങ് അയാളുടെ ദോഷം മാറുന്നില്ല. പിന്നെ കുറേ കാലം സഫർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ദോഷം ജീവിതത്തിലൊരു ഭാഗമായി. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ആളുകൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ കാളസർപ്പയോഗമുള്ള വ്യക്തികൾ 8 വർഷമൊക്കെ US ജോലിയില്ലാതെ അലഞ്ഞു തിരിയുന്നുണ്ട്. നമ്മൾ US ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയല്ല. പക്ഷെ വ്യക്തി വന്ന് അയാളുടെ ജാതകം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു കാളസർപ്പയോഗമുണ്ട്. ആ കാളസർപ്പയോഗത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ ചോദിക്കുകയാണ്, പറയുമ്പോൾ പറയാം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിനകത്ത് US പോകുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ദേശത്തുള്ള ഒരാളായിരിക്കാം. US അവിടെ ഫോളോ ചെയ്യുന്ന വെസ്റ്റേൺ അസ്ട്രോളജിയാണ്. സോ അപ്പോൾ അവിടെ ഈ കാളസർപ്പയോഗമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. സോ അപ്പോൾ അവിടുത്തെ അക്ഷാംശ രേഖാംശത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് ബാധിക്കുമോ?
തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തി മലയാളിയാണ്, ജനിച്ചു വളർന്നത് ഇവിടെയാണ്. 30-35 വയസ്സിന് ശേഷം തൻ്റെ ഭാര്യയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് അവിടെ പോകുന്നത്. അയാൾ പല ജോലി നോക്കിയിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ അയനാംശവും രേഖാംശവും നോക്കിയാലല്ല, അയാൾ ജനിച്ചത് ഇവിടെയാണ്. ഇവിടെ ജനിച്ചതുകൊണ്ട് അയാൾക്ക് ഇവിടുത്തെ ദോഷങ്ങളും ജാതകവശാലുള്ള ദോഷങ്ങളുമാണ് അയാൾ. ഇപ്പോൾ 7 വർഷം 8 വർഷമായിട്ട് ജോലി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് എന്ന്. പിന്നെ അതിന് സ്ഥായിയായിട്ടൊരു പരിഹാരം ചോദിച്ചാൽ നമുക്ക് ഈ പറയാവുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരുവിധം ആളുകൾക്ക് എന്തെങ്കിലും ഒരു സമാധാനത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ 1008 ഒരു പായസ ഹോമം ചെയ്യാന്ന് പറയും. നാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പരിഹാരമാണ് പായസ ഹോമം ചെയ്യാന്ന്. പായസ ഹോമം 1008 ഒരു പായസ ഹോമം. അത് നമ്മൾ പായസം വെച്ചിട്ട് സാധാരണ പാൽപ്പായസം വെച്ചാൽ അതിൽ മധുരം ഇട്ടിട്ടാണ് നമ്മൾ ദേവതകൾക്ക് നേദിക്കുക. ഇതിൽ നമ്മൾ മധുരം ഇടുന്നില്ല. പാലൊഴിച്ച് പായസം വെച്ച് അവർക്ക് നമ്മൾ പാലും 100 കൊടുക്കുന്ന പോലെ തന്നെ പായസം വെച്ചതിന് ശേഷം 1008 ഉരുവെല്ലാം മൂലമന്ത്രം ജപിച്ച് നമ്മൾ ഹോമം ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ ഈ അനന്ത യന്ത്രം, അതായത് സർപ്പ വിഷഭയഹര യന്ത്രം എന്ന് പറയുന്നൊരു യന്ത്രമുണ്ട്. അത് സർപ്പ പിന്നെ അത് ഓരോ കാളസർപ്പ യോഗത്തിനും പർട്ടിക്കുലർ ആയിട്ട് ഓരോ യന്ത്രങ്ങളുണ്ട്. വെറുതെ ഒരു സർപ്പയന്ത്രം എഴുതിയിട്ട് കാര്യമില്ല. അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിൽ ഇത് സർപ്പത്തിൻ്റെ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 പാലുമാണ് കൊടുത്തിരുന്നത്. മഞ്ഞൾപ്പൊടിയിലാണല്ലോ സർപ്പത്തിന് വിഷം ഇറങ്ങുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നാഗങ്ങളെ പ്രീതിപ്പെടുത്തി അവർക്ക് ഹോമം ചെയ്ത് അല്ലെങ്കിൽ പരിഹാരം ചെയ്ത്, അത് ക്ഷേത്രത്തിലും ചെയ്യാം, ചില ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം വിദ്യാമണ്ണം നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ പീരീഡിൽ വിദ്യാമണ്ണം തകിടുകളോ യന്ത്രങ്ങളോ എഴുതി ജപിച്ച് ഹോമിച്ച് അനന്തയന്ത്രം എഴുതി തങ്കത്തകിടിലൊക്കെ എഴുതുന്ന ആളുകളുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് ബിസിനസ്സുകാരൊക്കെ അവർക്ക് കളസർപ്പയോഗം ഉണ്ടായിട്ട് തങ്കത്തകിടിൽ വിദ്യാമണ്ണ യന്ത്രം എഴുതി ജപിച്ച് പൂജിച്ച് അവർക്ക് ഒരുപാട് സഫറിങ്സിന് ശേഷം അവർക്ക് ഒരുപാട് റിലീഫ് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ധാരാളം ക്ലയൻസിനെ നമ്മൾ അങ്ങനെ. യന്ത്രം എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആരും പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് യന്ത്രം എന്ന് പറയുന്നത്. ആണ്. പക്ഷേ അത് ഒരു സ്വാത്വികനായ ഉത്തമയായ ഒരു കർമ്മി അത് വിദ്യാമണ്ണം എഴുതി ജപിച്ച് ജയിച്ച്, ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അശ്വാരൂഢം ജയിച്ചാൽ വിശ്വത്തെ ജയിക്കാന്ന്. അശ്വാരൂഢം ജയിച്ചിട്ടുള്ളവരാരും വിശ്വത്തെ ജയിച്ചിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ പലതരത്തിലും യന്ത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് എഴുതി ബിസിനസ്സായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ സ്വാത്വികനായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ദോഷത്തെ നമുക്ക് മാറി ഒരു പരിധി വരെ. പക്ഷേ കാളസർപ്പയോഗം ഒരിക്കലും ലൈഫ് ലോങ് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കോൺസിക്വൻസ് ലൈഫിൽ ഇങ്ങനെ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കും. വളരെയേറെ പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാത്തവർ, സന്താനങ്ങൾക്ക് ദോഷമുള്ളവർ, സന്താനം ഉണ്ടാകാതിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ 30-35 വയസ്സ് കഴിയുമ്പോഴായിരിക്കും അവരുടെ ജാതകം പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു ദോഷം കണ്ടാൽ അവർ തൽക്കാലം ചോദിക്കുന്ന അത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമുണ്ടോ? നിങ്ങൾ എല്ലാ മാസവും ആയില്യത്തിന് പോയിട്ട് ഒരു നാഗക്ഷേത്രത്തിൽ പോയി തൊഴുതു വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് സാധിച്ചില്ല എന്ന് വരാം. അപ്പോൾ അവർക്ക് ഒരു റിലീഫ് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതിനെ നമ്മൾ ഒരു ബിസിനസ്സായിട്ടല്ല എടുക്കുന്നത്. ആ പൃച്ഛകന് ഉള്ള ഒരു ആശ്വാസമാണ് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത്. പക്ഷെ യഥാവിധി ഹോമം ചെയ്ത് പരിഹാരം ചെയ്ത് കൊടുത്താൽ അയാൾക്ക് എന്തായാലും ഒരു റിസൾട്ട് അനിവാര്യമായിട്ട് കിട്ടാറുണ്ട്. അതെ. ഈ കാളസർപ്പ യോഗം ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശനിദോഷം വന്നവരെ തിരിച്ചറിയാൻ ചില എന്താ പറയുക അടയാളങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അവരുടെ മുഖവും ഭാവവും അലസതകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം നമുക്ക് ശനി ബാധിച്ചവർക്ക്. പക്ഷെ കാളസർപ്പയോഗം ബാധിച്ചവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അയാളുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങൾ, അയാളുടെ ജീവിതത്തിലുള്ള പ്രതിബന്ധങ്ങൾ, വിഘ്നങ്ങൾ, ചില വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ തുടങ്ങിയ പോലെ തന്നെ അത് അവസാനിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുടുംബവും ഇല്ല, ബിസിനസ്സും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ എതിർപ്പുകളെയൊക്കെ വകവെച്ച് രാഷ്ട്രീയത്തിൽ കയറാം. കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും രാഷ്ട്രീയത്തിൽ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന അയാൾ പെട്ടെന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് മാത്രമല്ല, ഈ കാളസർപ്പയോഗമുള്ളൊരു വ്യക്തിക്ക് രാഹുവിൻ്റെ അപഹാരങ്ങളും രാഹു ദശാകാലവും വളരെ മോശമായിരിക്കും. വളരെ മോശമായിരിക്കും അയാൾക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ ലൈഫിൽ ട്രാജഡികൾ വരാം. കുടുംബ ബന്ധങ്ങളൊക്കെ എന്താ പറയുക വളരെയേറെ മോശമായിട്ടുള്ള ആളുകളുണ്ട്. ഡിവോഴ്സ് വരെ സംഭവിച്ച ആളുകളുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ബാധിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ജാതകം പരിശോധിക്കുമ്പോഴായിരിക്കും ഈ വ്യക്തി അറിയുക അങ്ങനെയാണ്. നമുക്ക് ചിലവർ വന്ന് സംസാരിച്ച് പ്രശ്നം വയ്ക്കുമ്പോൾ തന്നെ അവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഗ്രഹങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സംശയം തോന്നിയാൽ ഉടനെ നമ്മൾ അതിനെക്കുറിച്ച് അത് ഏത് ഈ 12 തരത്തിൽ ഏത് സർപ്പമാണ് ദോഷമാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കും. അതിന് പരിഹാരം നിശ്ചയിക്കും. താല്പര്യം
താല്പര്യമുള്ളവർ ചെയ്യും. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവരില്ലല്ലോ, അപ്പം അതുകൊണ്ട് ചെയ്യും. അവിടെ നമ്മൾ രാഹുവിനെയും കേതുവിനെയും തന്നെ പ്രീതിപ്പെടുത്തിയാണ് പോകുന്നത്. സന്തോഷം. ഇങ്ങനൊരു കാളസർപ്പ യോഗത്തിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ, അതായത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്. അതെ അതെ അതെ, വളരെ പ്രധാനപ്പെട്ട യോഗം തന്നെയാണ്. കർമ്മവിഘ്നങ്ങളും കർമ്മ പ്രതിബന്ധങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ കാളസർപ്പ യോഗത്തിൽ അവരുടെ പ്രൊഫൈല്, അതായത് അവരുടെ ബിസിനസ് ഉയർന്ന നിലയിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാരില്ലേ ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ? ഈ ജാതകത്തിലോ ഇങ്ങനെയുള്ളൊന്നും വിശ്വാസമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇന്നുമില്ലേ? ജാതകത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്, പക്ഷേ അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷേ അവർ ബിസിനസ്സിൽ ഉയർന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാവില്ല. ബിസിനസ്സിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഈ 12 തരം കാളസർപ്പ യോഗത്തിനും പല കോൺസിക്വൻസാണ്. എല്ലാത്തിനും ഒരേ ഭാവങ്ങളല്ല, പലതിനും പലതരത്തിലാണ്. ചിലവർക്ക് അതായത് നമ്മൾ പണ്ട് പറയാറുണ്ട് ശിക്ഷണം ഏറ്റുവാങ്ങുക എന്ന് പറയും. അതായത് ഇപ്പോൾ രാജാവിൽ നിന്നോ മന്ത്രിയിൽ നിന്നോ ശിക്ഷണം. അതാണിപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആളുകൾ പല കേസിലും പെട്ട് ജയിലിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവർ പോലും അറിയാതെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ വന്നു ചേരുന്നത്. ആ സമയത്ത് ഇവരുടെ ജാതകം അവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണെങ്കിലും ജാതകത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് എടുത്തു നോക്കിയാൽ അവിടെ ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ബിസിനസ്സിൽ വിജയിക്കുന്ന ആൾ ചിലപ്പോൾ കുടുംബത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ സന്താനങ്ങൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ കുടുംബജീവിതത്തിലൊന്നും അവർക്ക് ഒരു വിജയം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്കിത് ബാധിച്ചിട്ടുണ്ടാവാം. ബിസിനസ്സിൽ മാത്രമല്ലല്ലോ. സന്തോഷം മാഡം. കാര്യം ഈ പറയുന്ന കാളസർപ്പയോഗം ഓൾമോസ്റ്റ് പല ആൾക്കാർക്കും ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് അവർ സാറ്റിസ്ഫാക്ഷൻ ആയും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു മീഡിയയിൽ ഞാൻ കാണാനിടയായി, ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആസ്ട്രോളജേഴ്സ് അത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് കൂടി അത് വന്നാൽ അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. ഉള്ളതെന്ന് തന്നെ നമ്മൾ പറയണം. ഒരു യോഗം അങ്ങനെ ഉണ്ടെങ്കിൽ ആ യോഗം ഉണ്ടെന്ന് തന്നെ പറയണം. അത് വേണോ ഇപ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തിക്കൊന്നും ചിലപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എനിക്കൊരു 68 വയസ്സായൊരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരിക്കൽ ഞാൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്തു തരാം. ഞാൻ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ഉത്തമമായിട്ട് നാഗവഴിപാടുകൾ ചെയ്യാം, എല്ലാ ഐല്യത്തിനും പോയി തൊഴുതു വരും. അത് നമുക്ക് ഇനിയിപ്പോൾ ഈ 68 വയസ്സിലൊന്നും ചെയ്ത് നിങ്ങൾക്ക് ധനവാനാവാനോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ദോഷങ്ങൾ, അയാൾക്ക് കുടുംബമില്ല, അയാൾ വളരെ ദരിദ്രനാണ്, റെയിൽവേ സ്റ്റേഷനിൽ അവിടെയൊക്കെ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു, എൻ്റെ ഇത്രയും വർഷം ജീവിതം നഷ്ടപ്പെട്ടു പോയി, നേരത്തെ എന്നോട് ആരും പറഞ്ഞു തന്നില്ല, പലയിടത്തും ജ്യോത്സ്യന്മാരെടുത്ത് പോയപ്പോൾ ആരും പറഞ്ഞു തന്നില്ല എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനൊരു പരിഹാരം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഉത്തമമായിട്ടൊരു പരിഹാരങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധനമില്ലാത്തത് കൊണ്ട് ചെയ്തില്ല. അങ്ങനെ പക്ഷെ അതിന് കോടികളോ ധനങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ഉചിതമായ രീതിയിലുള്ള ഒരു പരിഹാര കർമ്മം, അത്രയേ ഉള്ളൂ. സന്തോഷം മേഡം. കാളസർപ്പയോഗത്തിൻ്റെ ഒരു വിശദീകരണത്തിൽ വളരെ സന്തോഷം. നന്ദി.